Mediatech Malayalamത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് 4000 മണിക്കൂർ പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നതെന്നാണ്. പല സുഹൃത്തുക്കളും പറയാറുള്ള കാര്യമാണ് എത്ര വീഡിയോസുകൾ ചെയ്തിട്ട് 4000 മണിക്കൂർ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ 4000 മണിക്കൂർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത്? എങ്ങനെ ഈ ഒരു 4000 മണിക്കൂർ വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും? ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കുറച്ച് ടിപ്സ് ഞാൻ തരാം. ഈ ഒരു ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 4000 മണിക്കൂർ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതെന്താണെന്ന് നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഒട്ടും വാച്ച് ടൈം കയറാത്തവരായിട്ടുള്ള സുഹൃത്തുക്കൾ. അതായത് വളരെ തുച്ഛമായിട്ടുള്ള മിനിറ്റുകൾ മാത്രം ഡെയിലി കയറുന്നവർ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും വാച്ച് ടൈം ഡെയിലി കയറാത്തവരായിട്ടുള്ളവർ. അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗ്രോ ചെയ്യാൻ സാധിക്കും. അപ്പം ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഡെയിലി വീഡിയോസുകളാണ്. നിങ്ങളുടെ കണ്ടന്റിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ ആ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോസുകൾ ഡെയിലി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഡെയിലി വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി നിങ്ങൾ വീഡിയോസിൽ ഇടുമ്പോൾ അതിനകത്ത് ഒരാളെ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ 1 മിനിറ്റുള്ള വീഡിയോ ആണ്, അത് ഒരാൾ കാണുന്നതെന്ന് വെച്ചോ, അങ്ങനെ 10 ദിവസമാകുമ്പം 10 മിനിറ്റ് നിങ്ങൾക്ക് കയറും. ഒരു ചെറിയൊരു കാൽക്കുലേഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പോഴുള്ള ഒരു വാച്ച് ടൈമിലും കൂടുതലായിട്ടും വാച്ച് ടൈം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പലരും പറയുന്ന കാര്യമാണ് വാച്ച് ടൈം ഒട്ടും കയറുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 5 മിനിറ്റിന് മുകളിലോട്ടൊക്കെ ആയിരിക്കും. ഒട്ടും വാച്ച് ടൈം കിട്ടുന്നില്ലെന്ന് പറയുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും 5 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസുകൾ ചെയ്യാതിരിക്കുക. മെയിനായിട്ട് നിങ്ങളെ 3 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വീഡിയോസുകൾ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കുമോ അത് എത്രയും നല്ലതായിരിക്കും. അതായത് നിങ്ങളുടെ വീഡിയോ എത്രത്തോളം ലെങ്ത് കൂടുന്നോ അത്രത്തോളം ആൾക്കാർ ബോർ അടിക്കാൻ തുടങ്ങും. അപ്പം വീഡിയോ ഷോർട്ട് ആകുന്നതോറും നിങ്ങളുടെ വീഡിയോസുകളിൽ ആൾക്കാർ എൻഗേജ്ഡ് ആവും. ചിലപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ടിരുന്ന ആൾക്കാർ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3 മിനിറ്റിന് താഴെയാണ് നിങ്ങൾ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസുകളൊക്കെ ചെയ്യുന്നതെങ്കിൽ, 3 മിനിറ്റിന് താഴെ അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിലുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസുകൾ ഫുള്ളായിട്ടിരുന്ന് ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോസുകൾ ആൾക്കാരിരുന്ന് കാണുകയും ചെയ്യും. അപ്പം ഓഡിയൻസ് റിട്ടൻഷൻ നിങ്ങളുടെ വീഡിയോസുകൾക്ക് വരും. കൂടുതലായിട്ടും ആ ഒരു വീഡിയോയുടെ ഓഡിയൻസ് റിട്ടൻഷൻ കണ്ടിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യും. നിങ്ങളുടെ വീഡിയോസിലേക്ക് പുതിയ ആൾക്കാർ വരും, സബ്സ്ക്രൈബേഴ്സ് കയറും, വാച്ച് ടൈമും കയറും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് കുറച്ചുകൊണ്ട് ഒരു 3 മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന പോലുള്ള വീഡിയോസുകൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് തന്നെ പറയാം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീഡിയോസുകളിൽ അധികമായിട്ടുള്ള എഡിറ്റിങ്സ് കയറ്റരുത്. അതായത് ഇപ്പം ഒരു ട്യൂട്ടോറിയൽ വീഡിയോയ്ക്ക് അതിൽ കളർഫുള്ളായിട്ട് എപ്പോഴും ഇങ്ങനെ ഓരോ എഡിറ്റിങ്സ് വന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതൊരു ബോറിംഗ് ആണ്. അതായത് ആൾക്കാരുടെ കണ്ണിനെ ഒരു ഇതാക്കുന്ന ലെവലിലുള്ള വീഡിയോസുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് പ്രത്യേകിച്ചും കളർഫുള്ളായിട്ട് ഒത്തിരി കളറൊക്കെ വരെ നിങ്ങളുടെ വീഡിയോ എഡിറ്റിങ്ങിൽ കയറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒത്തിരി ഫിൽറ്റേഴ്സ് നിങ്ങളുടെ വീഡിയോ എഡിറ്റിങ്ങിൽ കയറ്റി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ വീഡിയോസുകൾ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ വീഡിയോസുകൾ എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു 3 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ 3 ടിപ്സ് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ടും ഈ ഒരു നമ്മുടെ വീഡിയോ ആൾക്കാരിരുന്ന് കാണുന്നതൊക്കെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ ബേസിലാണ്. നമ്മുടെ വീഡിയോ ഓവറായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് കാണത്തില്ല. ഇതൊക്കെ മെയിനായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. സോ ഇനിയും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട്. അതൊക്കെ വരുന്ന വീഡിയോസിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ ലെങ്ത് ആക്കാൻ എനിക്കും ഇഷ്ടമല്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നു, അതാണ് എനിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു 3 പോയിന്റ്സ് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചിട്ട് പറയാൻ ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോസിലൂടെ പറയാം. ഇന്ന് ഈ ഒരു 3 ടിപ്സ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇനിയും വരുന്ന വീഡിയോസുകൾ ഇതൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നമ്മുടെ ഓരോ ടിപ്സുകളും പലർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാം തന്നെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇതൊന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഈ ഓരോ ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസുകൾ വാച്ച് ടൈം ഒക്കെ കൂട്ടിക്കൊണ്ടിരുന്നത്. സോ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ മറ്റു കൂട്ടുകാരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടി എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.